ബ്ലാസ്റ്റ് എന്ന് പറയുന്ന തമിഴ് സിനിമ കണ്ടു. വലിയ ഇനീഷ്യൽ ഹൈപ്പൊന്നും ഇല്ലാണ്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അർജുൻ, പ്രീതി മുകുന്ദൻ, അഭിരാമി തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന താരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. റിലീസിന് മുമ്പ് ഇതൊരു സാധാരണ കോളിവുഡ് ലോ ബഡ്ജറ്റ് ആക്ഷൻ സിനിമ വരുന്നു എന്നുള്ളൊരു ഫീലൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓഡിയൻസ് റെസ്പോൺസ് ഒക്കെ വരുമ്പോൾ പടം അത്യാവശ്യം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിലും അത്യാവശ്യം കയറി കൊളുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. എനിക്ക് ഒരു വാച്ചബിൾ ആക്ഷൻ മൂവി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ്. നല്ല വെൽമെയ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് ആക്ഷൻ സീനുകൾ ഈ ഒരു പടത്തിലുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ആക്ഷൻ കിങ് അർജുന് കൊടുത്തിട്ടുള്ളൊരു ട്രിബ്യൂട്ട് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഒരു കാലത്ത് നന്നായിട്ട് ആഘോഷിച്ചിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ അവർ ഏത് കാരണത്താലാണോ എന്ന് നമ്മൾ അവരെ ആഘോഷിച്ചത്, അതേ കാരണത്താൽ അവർ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് തിയേറ്ററിൽ കാണാൻ പ്രത്യേകം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പോൾ ആ ഒരു സുഖമാണ് എനിക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്. അർജുൻ ഈ ഒരു പ്രായത്തിലും നല്ല എന്താ പറയുക, ആ ഒരു ഓറയും സ്ക്രീൻ പ്രസൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഒപ്പം തന്നെ പ്രീതി മുകുന്ദൻ, അവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫേസും. പക്ഷേ ആക്ഷൻ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കരാട്ടെ ബേസ് ചെയ്തിട്ടുള്ള ഫൈറ്റൊക്കെ പെർഫോം ചെയ്യാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ്സും സ്പീഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യണം. അവർ അത്യാവശ്യം നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫൈറ്റൊക്കെ ചെയ്യുന്നതിൽ. അത് സ്ക്രീനിൽ നന്നായിട്ട് കാണാനും ഉണ്ട്. അവരുടെ പ്രീതി മുകുന്ദൻ്റെ ആക്ഷൻ സീൻസ് ഈ പടത്തിൻ്റെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അഭിരാമിയും അതുപോലെ തന്നെ വേറെ ചില സർപ്രൈസ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവരുടെയൊക്കെ ആക്ഷൻ സീക്വൻസുകൾ വളരെ നന്നായിട്ട് തന്നെ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. രവി ബസ്റൂറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ഒന്നാം തരം വർക്കാണ്. ആക്ഷൻ സീനുകൾക്കൊക്കെ ആ ഒരു മാസ് ഫീൽ കൊണ്ടുവരാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വെൽമെയ്ഡ് ഫസ്റ്റ് ഹാഫാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പടത്തിൻ്റെ. അതായത് ഈ അടി പൊട്ടുന്നത് നമുക്ക് ചുമ്മാ കുറേ ആക്ഷൻ സീനുകൾ അങ്ങോട്ട് എടുത്തു വെച്ചിരിക്കുകയല്ല. പ്രോപ്പറായിട്ടുള്ള ഒരു റീസൺ കൊടുത്ത് നമുക്ക് കൂടി തിയേറ്ററിൽ ഇനിയിപ്പോൾ അടുത്ത സീനിലൊരു അടി വരണമെന്ന് നമ്മൾ കൂടി ആഗ്രഹിക്കുന്ന സമയത്താണ് വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ആക്ഷൻ സീനുകൾ കടന്നു വരുന്നത്. ഇൻ്റർവൽ പോർഷനൊക്കെ നമുക്കൊരു ജയിലർ പടത്തിൻ്റെ ഒക്കെ ഒരു വൈബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ സംഗതി തന്നെയാണ് മെയിനായിട്ട് മിസ്സാവുന്നത്. ആക്ഷൻ സീൻസൊക്കെ ചുമ്മാ അങ്ങോട്ട് വന്നു പോകുന്ന പോലെയായി. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു. ഇൻ്റർവെൽ കഴിഞ്ഞ് തുടക്കത്തിലെ ഭാഗങ്ങളൊക്കെ നന്നായിരുന്നു. പിന്നീട് പോകെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്ക് പടം വേഗം തീർക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. അതുപോലെ തന്നെ എഴുത്തിലും മേക്കിങ്ങിലൊക്കെ ഉണ്ടായിരുന്നൊരു കയ്യടക്കം രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ട പോലെ തോന്നി. ഇതിൻ്റെ ഇടയിൽ കൂടി അസ്ഥാനത്തൊരു പാട്ടും കടന്നു വരുന്നുണ്ട്. ആദ്യ പകുതിയൊക്കെ നന്നായിട്ട് എടുത്തു വെച്ച ആളിൽ നിന്ന് ഇത്തരം മോശം ഒരു സോങ് പ്ലേസ്മെൻറ്റ് ശരിക്കും പ്രതീക്ഷിച്ചില്ല. ഒട്ടും ആവശ്യമില്ലാത്ത സ്ഥലത്തായിരുന്നു ആ പാട്ട് കടന്നു വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി സെറ്റാക്കാമായിരുന്നൊരു പടമായിരുന്നു ബ്ലാസ്റ്റ്. എങ്കിൽ തന്നെയും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആക്ഷൻ എൻ്റർടൈനർ തന്നെയാണ് ഈ ഒരു പടം. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ എഴുതുക.